തലസ്ഥാനത്ത് സമരമായി മാറിയ ആ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാപ്പർ വേടനും രംഗത്ത്. ഇന്നിപ്പോ വേടന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ ആട്ടും പാട്ടവും സംഘടിപ്പിക്കുമെന്ന് വേടൻ അറിയിച്ചു. പനമ്പള്ളി നഗറിൽ വൈകുന്നേരമാണ് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളതെന്നും വേടൻ സോഷ്യൽ മീഡിയ ലൈവിലൂടെ അറിയിച്ചു. വണക്കം. നമ്മളുടെ രാജ്യ തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ രാജ്യവിരുദ്ധ കേന്ദ്ര നടപടികൾക്കെതിരെ പാട്ടും പറച്ചിലുമായി ഇന്ന് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ഞങ്ങളെല്ലാവരും കൂടുന്നുണ്ട്. എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും സ്വാഗതം. ക്രൂരമായി ആക്രമിക്കപ്പെട്ട കുട്ടികൾക്ക് പിന്നിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന മനുഷ്യസ്നേഹികളായിട്ടുള്ള കലാകാരന്മാർ കൂടി അണിനിരക്കുകയാണ്. ഡൽഹിയിൽ പോകാൻ അവസരം കിട്ടാത്തത് കൊണ്ടോ ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം അറിവിനെ പോലുള്ള കലാകാരൊക്കെ അവിടെ എത്തിയപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ തന്നെ യൂത്ത് വിപ്ലവകാരികൾക്ക് ആവേശം പകരുന്ന തരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റാപ്പർ വേടൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തു വരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഭാഗമായി ഐക്യദാർഢ്യ സദസ്സുകൾ പലയിടങ്ങളിലും അരങ്ങേറിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോ വേടനും സംഘവും കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കൂടുതൽ യുവാക്കളെ തലസ്ഥാനത്തെ പാറ്റാ വിപ്ലവങ്ങൾക്ക് പിന്നിൽ അണിനിരത്താൻ അവസരമുണ്ടാക്കുകയാണ്. കേന്ദ്ര സർക്കാർ തല്ലിയൊതുക്കാൻ ശ്രമിക്കുന്ന സമരത്തിന് കൂടുതൽ പിന്തുണയും സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവർ അതിന്റെ പിന്നിലേക്ക് അണിനിരക്കുമ്പോൾ ആ സമരത്തിന്റെ ആവേശം പതിന്മടങ്ങായി മാറുകയാണ്. അതിന് വേടനെപ്പോലുള്ളവരൊക്കെ പരസ്യമായി രംഗത്തു വരുന്നതും കൂടുതൽ പ്രചോദനമാകും, കൂടുതൽ ഊർജവും നൽകും. വണക്കം. നമ്മളുടെ രാജ്യ തലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തെ ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ജനാധിപത്യ വിരുദ്ധ രാജ്യവിരുദ്ധ കേന്ദ്ര നടപടികൾക്കെതിരെ പാട്ടും പറച്ചിലുമായി ഇന്ന് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ ഞങ്ങളെല്ലാവരും കൂടുന്നുണ്ട്. എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും സ്വാഗതം.